നിങ്ങൾ ജർമ്മനിയിൽ ഒരു ജോലി നേടി. ആദ്യ ദിവസം ജോലിക്ക് പോയി. അപ്പോൾ HR പറഞ്ഞു, നിങ്ങളുടെ പ്രോഗ്രസ് സൈറ്റ് ഇപ്പോൾ ആരംഭിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. എന്താണ് പ്രോഗ്രസ് സൈറ്റ്? ഈ സമയത്ത് കമ്പനിക്ക് എന്നെ പുറത്താക്കാൻ പറ്റുമോ? ഞാൻ ജോബ് മാറാൻ പറ്റുമോ? സിക്ക് ലീവ് എടുത്താൽ പ്രശ്നമാകുമോ? പ്രോഗ്രസ് സൈറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രസ് സൈറ്റ് സംബന്ധിച്ച് എല്ലാ അടിസ്ഥാന കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരം, എല്ലാവർക്കും സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സച്ചിൻ. ജർമ്മനിയിൽ പുതിയൊരു ജോലി തുടങ്ങുന്ന എല്ലാവർക്കും, ഇവൻ ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിന് പോലും സാധാരണമായി കേൾക്കുന്നൊരു വാക്കാണ് പ്രോഗ്രസ് സൈറ്റ്. പല ഇന്ത്യക്കാരും ഇതിനെ പേടിക്കുന്നുണ്ട്. പക്ഷേ പ്രോഗ്രസ് സൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഭയപ്പെടേണ്ട കാര്യം ഒരിക്കലുമില്ല. ഇന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നോക്കാം. ഈ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങൾ ജർമ്മനിയിലാണോ അല്ലെങ്കിൽ ഇന്ത്യയിലാണോ ജോലി ചെയ്യുന്നതെന്ന് പറയുക. അതേപോലെ തന്നെ ജർമ്മനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൻ്റെ പേരാണ് ഡോയ്ച്ച് മിറ്റ് സച്ചിൻ. ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സേഫ് ഹോം ജർമ്മനിയുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എന്താണ് പ്രോഗ്രസ് സൈറ്റ്? ഒരു പ്രൊബേഷൻ പീരീഡാണ്. അതായത് എംപ്ലോയറിനും എംപ്ലോയിനും ഒരുമിച്ച് ജോലി ചെയ്യാൻ അനുയോജ്യമാണോ എന്ന് വിലയിരുത്തുന്ന ഒരു ആദ്യ കാലഘട്ടം. ഇതൊരു പരീക്ഷ എഴുതുന്നതല്ല, ഇത് ജോലി ചെയ്യുന്ന സമയത്തെ അസസ്മെൻ്റാണ്. പ്രോഗ്രസ് സൈറ്റ് എന്ന് പറയുന്നത് എത്ര കാലമാണ്? പല എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്സിലും പ്രോഗ്രസ് സൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. സാധാരണമായി ഇത് പരമാവധി 6 മാസം വരെ ആയിരിക്കാം. എന്നാൽ എല്ലാ ജോലികളിലും ഒരേ കാലാവധിയാണെന്ന് കരുതരുത്. എപ്പോഴും നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് നിങ്ങൾ പരിശോധിക്കണം. അതിനകത്തത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. ഈ സമയത്ത് നമ്മുടെ ജോലി പോകുമോ? ഇതാണ് ഏറ്റവും കൂടുതൽ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ളത്. പ്രോഗ്രസ് സൈറ്റ് സമയത്ത് എംപ്ലോയ്മെൻറ്റ് അവസാനിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ എളുപ്പമായിരിക്കും. എന്നാൽ അതുകൊണ്ട് തന്നെ കമ്പനി കാരണമില്ലാതെ ആരെയും പുറത്താക്കും എന്ന് അർത്ഥമില്ല. ജർമ്മനിയിലെ തൊഴിൽ നിയമങ്ങളും കരാറും എപ്പോഴും ബാധകമാണ്. പിന്നെ നിങ്ങളായിട്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ തൂക്കി പുറത്തേക്കിടും. ഇതും ഞാൻ ഹൗസ് ബിൽഡിംഗ് കാറ്റഗറിയിലും കണ്ടിട്ടുണ്ട്, ജോബിൻ്റെ കാര്യത്തിലും കണ്ടിട്ടുണ്ട്. ഇനി എംപ്ലോയിക്ക് രാജിവെക്കാനാകുമോ? തീർച്ചയായും നിങ്ങൾക്ക് ജോലി വിടാനായിട്ട് സാധിക്കും. എന്നാൽ നോട്ടീസ് പീരീഡ് ഉൾപ്പെടെയുള്ള നിബന്ധനകൾ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിനെയും നിലവിലുള്ള നിയമങ്ങളെയും ആശ്രയിച്ചിരിക്കും. മറക്കരുത്. ഇനി അടുത്ത ചോദ്യം, സിക്ക് ലീവ് എടുത്താൽ പ്രശ്നം ഉണ്ടാവും. ഇത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പ്രോഗ്രസ് സൈറ്റിൽ ഫീവർ വന്നാൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ജോബ് പോകുമോ? സാധുവായ സിക്ക് ലീവ് എടുക്കുന്നത് മാത്രം കാരണം ജോലി നഷ്ടമാകുമെന്ന് പറയാനാകില്ല. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും എംപ്ലോയറിനെ ശരിയായ രീതിയിൽ അറിയിക്കുകയും കമ്പനി പ്രൊസീജിയേഴ്സ് പാലിക്കുകയും വേണം. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഹൗസ് ബിൽഡിങ്ങിന് പോയ ഒരു കൊച്ച് കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുത്തപ്പോൾ ഇതൊരു ചോദ്യമായിരുന്നു. അവരെന്നോട് ചോദിച്ചാണ്, ക്യാൻ ഐ സെൻഡ് ഹിം ബാക്ക് ടു ഇന്ത്യ? അവർ സംസാരിച്ച് പിന്നെ നമ്മൾ തീരുമാനിക്കുകയോ ചെയ്യാം. ഇനി പ്രോഗ്രസ് സൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻസ്. സാധാരണമായി ഇതിന് ശേഷം നിങ്ങളുടെ റെഗുലർ എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് അവിടെ തുടരാം. പക്ഷേ ഇതുകൊണ്ട് ജോലി ഒരിക്കലും നഷ്ടമാകില്ല എന്നർത്ഥമില്ല. തുടർന്നും കമ്പനി റൂൾസ് പാലിക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ. പ്രോഗ്രസ് സൈറ്റിൽ വിജയിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു 10 ടിപ്സ് തരാം. ടിപ്പ് നമ്പർ 1, സമയത്ത് ജോലിക്ക് എത്തുക. ടിപ്പ് നമ്പർ 2, ജർമ്മൻ ലാംഗ്വേജ് ദിവസവും ഇംപ്രൂവ് ചെയ്യുക. ടിപ്പ് നമ്പർ 3, ഫീഡ്ബാക്ക് ചോദിക്കുക. ടിപ്പ് നമ്പർ 4, മിസ്റ്റേക്സ് ഒരിക്കലും മറച്ചു വയ്ക്കാതിരിക്കുക. ടിപ്പ് നമ്പർ 5, സേഫ്റ്റി റൂൾസ് പാലിക്കുക. ടിപ്പ് നമ്പർ 6, ടീമുമായിട്ട് സഹകരിക്കുക. നിങ്ങൾ മലയാളിയാണെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റി മാത്രം ഉൾപ്പെടുത്താതിരിക്കുക. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക. ടിപ്പ് നമ്പർ 7, മൊബൈൽ ഉപയോഗം കുറയ്ക്കുക. ടിപ്പ് നമ്പർ 8, ഡോക്യുമെൻറ്റേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. ആൻഡ് ടിപ്പ് നമ്പർ 9, ലേണിംഗ് ആറ്റിറ്റ്യൂഡ് കാണിക്കുക. ആൻഡ് ടിപ്പ് നമ്പർ 10, റെസ്പെക്റ്റ് അതേഴ്സ് ആൻഡ് കീപ്പ് ദ പ്രൈവസി. അല്ലെ, മറ്റുള്ള ഒരു പ്രൈവറ്റ് ഫേസിലേക്ക് കയറാതിരിക്കുക. എല്ലാ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന പോലെ കോമൺ മിത്സുകളുണ്ട്. പ്രോഗ്രസ് സൈറ്റ് ഈസ് ഈക്വൽ ടു ടെമ്പററി ജോബ്. അത് തെറ്റാണ്. പ്രോഗ്രസ് സൈറ്റ് കഴിഞ്ഞാൽ ജോബ് പെർമനൻ്റ് ഗ്യാരണ്ടീഡാണ്. തെറ്റാണ്. അതേപോലെ തന്നെയാണ് സിക്ക് ലീവ് എടുത്താൽ ജോബ് പോകും. അതും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഓരോ സാഹചര്യവും വ്യത്യസ്തമാണ്.
എംപ്ലോയീസ് പറയുന്നതെല്ലാം ചെയ്യണം എന്നുള്ളതും ഒരു തെറ്റായ കാര്യമാണ്. എംപ്ലോയീസ് റൈറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ട് വശവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട് പ്രോഗ്രസ് ആയിട്ട് അത് എത്ര കാലമാണ്, ജോലി പോകുന്ന അവസ്ഥകൾ, സിക്ക് ലീവുകൾ, എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സുകൾ, വിജയിക്കാൻ വേണ്ട ടിപ്പുകളൊക്കെ ഇന്നത്തെ വീഡിയോ കണ്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചാനൽ ജർമ്മനിയുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടൻറ്റ് മാത്രമേ വരുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അസിസ്റ്റൻസ് വേണമെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആയിക്കോട്ടെ, ഡോയ്ച്ച് മെൽ സജിൻ ആയിക്കോട്ടെ, എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ ആയിക്കോട്ടെ, നിങ്ങൾ ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുണ്ട് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഐ ആം ഹാപ്പി ടു അസിസ്റ്റ് യു. സൈനിങ് ഓഫ് ആൻഡ് സി യു ടുമാറോ.